ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആകെ മൊത്തമൊരു മൂടലാണ്. എനിക്കത് കുറേ ദിവസം ഉറങ്ങാണ്ടിരുന്നതിൻ്റെ ആവാം, ഉറങ്ങാതിരുന്നതിൻ്റെ ആവാം, എന്തുകൊണ്ടോ ഒരു മൂടൽ. അതുകൊണ്ട് തന്നെ ഉറക്കവും ശരിയായില്ല, ഒന്നും ശരിയായില്ല. പക്ഷെ കുറേ നേരം ഉറങ്ങി. ഇതിപ്പോൾ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അകത്ത് ഒച്ചയും വെള്ളം കേട്ടിട്ട് തലവേദന എടുക്കണം. കുറേ ദിവസം ഉറങ്ങാണ്ടിരുന്നിട്ടായിരിക്കും. കുറേ ദിവസം ഉറങ്ങാണ്ടിരുന്നിട്ടാവാം, അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് നേരം സൺബാത്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വെയിലത്തിരിക്കണം. പക്ഷെ തണുപ്പും ഉണ്ട്, 6 ഡിഗ്രിയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്നു. ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ന് ഏതായിരുന്നു, ഇൻറ്റേർണൽ ഡിസീസാണ്. അപ്പോൾ പറഞ്ഞേക്കുന്നത് കുതിരയുടെ കുറച്ച് പരിപാടികളാണ്, കാർഡിയോളജി പരിപാടികളാണ് ഇന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പരിപാടികൾ അങ്ങനെ നോക്കാം. ECG കാര്യങ്ങളൊക്കെ എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തെങ്കിലും അവിടെ വെച്ച് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. കാണിച്ചു തരും ഉറപ്പായിട്ട് എന്തെങ്കിലും ഉണ്ടാകും. കാരണം ഇത് പ്രാക്ടിക്കലാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എൻ്റെ ബാഗും സൂപ്പർ ഫിൽഡാണ്. കാരണം നമ്മുടെ സ്റ്റെതസ്കോപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ സമയമാവട്ടെ, അത്ര നേരം ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് നേരം തലയിൽ വെയിലടിച്ച് കഴിഞ്ഞാൽ ബോധം വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇരിക്കാം. പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ, അതായത് ഇപ്പോൾ സെമസ്റ്റർ അവസാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനി പരീക്ഷയുടെ ഒരു പൂരപ്പറമ്പാവാനാണ് സാധ്യത. പരീക്ഷ നിറച്ചുണ്ടാവും. അതിൻ്റെ ഒരു സ്ട്രെസ് കൊണ്ട് ആവാം ആകെ മൊത്തത്തിലൊന്ന് കുഴഞ്ഞു കിടക്കുന്നത്. അതായത് മൊത്തത്തിലൊന്ന് ട്യൂൺ ചെയ്ത് വരണമല്ലോ, ഇങ്ങനെയാണ് ഇനി കാര്യങ്ങളെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി എടുക്കുന്ന ആ ഒരു സാഹചര്യം. മിക്കതും വേഗം ശരിയാവുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇവിടെ മുന്നേറാം. സമയം ആവാറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പോകും. ആദ്യത്തെ ക്ലാസ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് തിരിച്ചു വരും, കാരണം അടുത്ത ക്ലാസ്സും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ കാണിച്ച പരിപാടിയാണ് നമ്മളിന്ന് ചെയ്തത്. ആദ്യം ക്ലാസ്സിൽ കുറേ വീഡിയോസ് കാണിച്ചു തന്നു. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി, ഇതിൻ്റെ എന്തൊക്കെ അബ്നോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ വരും, അങ്ങനെ കുറേ കാര്യങ്ങളും പലതരത്തിലും കണ്ടു. ഇതൊക്കെ ഞാനിനി ഭാവിയിൽ ചെയ്യൂലോ എന്ന് ഓർക്കുകയാണ്. ഈശ്വര, പുള്ളി പറഞ്ഞത് ആദ്യം ഒരു വീഡിയോ ഉണ്ടാവില്ല, എല്ലാ ഹാർട്ടിൻ്റെ ശബ്ദം ഒരേപോലെ ഒക്കെ ഇരിക്കും എന്നാണ്. പിന്നെ ചെയ്ത് തളമ്പിക്കുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് പുള്ളിക്കാരി. അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഞാൻ ഇവിടെ ഉള്ള 2 കുതിരേനെ കേട്ട് നോക്കിയിട്ട് 2 കുതിരയ്ക്കും ഒരേപോലെ. എൻ്റെ പുള്ളിക്കാരി പറഞ്ഞു, അല്ല ഈ കുതിരയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞത് കുഴപ്പമില്ല, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ സാധനത്തിനെ കുറിച്ച് പുള്ളിക്കാരും കൂടെ ഇറക്കിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് ശ്രമിച്ചാൽ ഭാവിയിൽ ശരിയാവും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ആവട്ടെ. പിന്നെ തിരിച്ചു പോകണം, കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിച്ചിട്ട് അടുത്ത ക്ലാസ്സിന് വരണം. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. 9 മണി ആയപ്പോൾ ഒരു 10-11 ഡിഗ്രി ചൂട് തിരീശുണ്ട്. പക്ഷേ തണുത്ത കാറ്റ് തന്നെയാണ്. എന്താണാവോ, ഇന്നിപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ വരുമെന്ന് പറഞ്ഞേക്കുന്നത് 13 ഡിഗ്രിയാണ്. അത് മൂടലോട് കൂടിയാണെന്ന് പറഞ്ഞാൽ, പക്ഷെ ഇപ്പോൾ സണ്ണിയാണ്. എന്താണാവോ, നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. തിരിച്ചു പോയിട്ട് ബാക്കി കാര്യങ്ങൾ. രണ്ടാമത്തെ ക്ലാസ്സിന് പോക്കും കഴിഞ്ഞു, ആ ക്ലാസ് പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. പ്രത്യേകിച്ചൊന്നും ആ ക്ലാസ്സിൽ സംഭവിച്ചില്ല, അതുകൊണ്ടാണ് പോയപ്പോൾ വീഡിയോ എടുക്കാഞ്ഞേ. അതുമാത്രമല്ല, ഒരു മൂടലായിരുന്നു ആകെ മൊത്തത്തിൽ. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞു. ആ ക്ലാസ്സിന് പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് ഒന്നും എടുത്തില്ല. ഇത് റീപ്രൊഡക്ഷൻ്റെ ആണ്. ഇതിന് ഇത്ര പേരുത്ത് ഭാഗങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ്. അപ്പോൾ ഇന്നിപ്പോൾ മെയിനായിട്ട് നമ്മൾ സംസാരിച്ചത് ഡിസ്റ്റോഷ്യനെ കുറിച്ചിട്ടാണ്. അതെന്താണെന്നറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ക്ലാസ് മുഴുവനും എടുത്തത്. അതിൻ്റെ എങ്ങനെ വന്നാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ്, ഇത് വരുന്നതിനേക്കാൾ ഭേദം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്, അപ്പം അതിനെന്തൊക്കെ ചെയ്യണം, അങ്ങനെ കുറേ നേരം ക്ലാസ് എടുത്തു. പിന്നെ ചെറിയൊരു പ്രാക്ടിക്കൽ സെഷൻ. പക്ഷെ അത് ബോറായതുകൊണ്ടും ഈ പ്രൊഫസർ ഇച്ചിരി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയില്ല. അപ്പം അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് വീട്ടിൽ പോവുക, കിടന്നുറങ്ങാൻ നല്ല രീതിയിൽ. അപ്പോൾ ഫുള്ളി പാക്ഡ് ആവും നാളത്തേക്ക്. എനർജി ഒക്കെ കയറിക്കോളും തിരിച്ച്. അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ ഇന്ന് നമ്മൾ അഡീഷണൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യം, നാട്ടിലേക്ക് കാശ് അയക്കുന്ന സ്കീം. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്, നാട്ടിലേക്ക് എങ്ങനെ കാശ് അയക്കും. ഇവിടുന്ന് നാട്ടിലേക്ക് കാശ് അയക്കാൻ എളുപ്പമാണ്. ഇപ്പം ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്ഥിരം ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എന്താ പറയുക, ഈ ആപ്പുകളുണ്ട്. ഇപ്പോൾ റിവോൾട്ട് വെച്ച് പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഏതൊക്കെയാണ്, പ്രൊഫി ഉണ്ട്, ഇപ്പോൾ ഒന്നും ഓർമ്മയില്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം, അവർക്ക് വെറുതെ തന്നെ ഞാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണേ. പേരിൽ നിന്നായാലും അയച്ചാൽ മതി, വലിയ ചിലവൊന്നുമില്ല. 5-10 മിനിറ്റിൽ കാശ് നാട്ടിലെത്തും. പിന്നെ വലിയ ചാർജസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ബുദ്ധിമുട്ട് വരുന്നത് നാട്ടിൽ നിന്ന്
ഇങ്ങോട്ട് കാശ് അയക്കുമ്പോഴാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ തേർഡ് പാർട്ടി ഏജൻസീസ് ഇല്ലേ, വെസ്റ്റേൺ യൂണിയൻ അങ്ങനത്തെ കുറേ സ്കീമുകളില്ലേ, അവർ വഴി അയക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ബാങ്ക് വഴി അയക്കാൻ പറ്റും. ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് റെമിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മതി. അതാണ് ഞാൻ ചെയ്യാറ് ഇനീഷ്യലി. ഇപ്പം എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കുറച്ചങ്ങോട്ട് നടക്കട്ടെ. ഇവിടെ ആൾക്കാർ ഇച്ചിരി കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ നോക്കുമ്പോൾ എന്തോ പോലെ. ഞാൻ നാട്ടിലേക്ക് കാശ് അയക്കാറുള്ളത് വയസ്സ് വെച്ചിട്ടാണ്. നേരത്തെ പറയാനായിട്ട് വേഗം എന്തോ ഓർമ്മ ഒന്നുമില്ല, അതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ എവിടുന്നോ എൻ്റെ തലയിലേക്ക് കയറി വന്നു. അപ്പോൾ വയസ്സിലാണ് ഞാൻ കാശ് അയക്കണേ. എനിക്ക് പരിചയമുള്ള എൻ്റെ കൂട്ടുകാരും ഇവിടെ വയസ്സിലാണ് നാട്ടിലേക്ക് കാശ് അയക്കണേ. എന്തോ വയസ്സ് ഇതേവരെ പറ്റിച്ചിട്ടില്ല, തെറ്റില്ലാത്ത റേറ്റ്സും തന്നിട്ടുണ്ട്. ഇപ്പം കറണ്ട്ലി 22.7 കയറി നിൽക്കുകയാണ്. ആ വണ്ടിക്കാരൻ്റെ ഒച്ച. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് കാശ് അയക്കണേ. ഇനി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാശ് അയക്കണ പരിപാടി, അതാണ് പലർക്കുള്ള ഏറ്റവും വലിയ സംശയം. അതിന് ആകപ്പാടെ ഉണ്ടായിരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ഓപ്ഷൻസാണ് മെയിൻലി ഉള്ളത്. ഒന്നല്ലെങ്കിൽ ഈ ബാങ്ക് പോലത്തെ സെറ്റപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന വെസ്റ്റേൺ യൂണിയൻ, മണപ്പുറം ഫിനാൻസ് അങ്ങനത്തെ കുറേ സ്കീമുകളുണ്ടല്ലോ, അവർ വഴി അയക്കുന്ന പരിപാടി. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും കയറി വരുമ്പോൾ അവരുടെ കയ്യിൽ യൂറോ അല്ലെങ്കിൽ ഡോളർ കൊടുത്തു വിടുന്ന പരിപാടി. ഈ പരിപാടികളൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അതല്ലാതെ അത്രയും ഹൈലൈറ്റ് നിൽക്കാത്ത വേറൊരു പരിപാടിയുണ്ട്. ഇപ്പം ഞാൻ എല്ലാ മാസം നാട്ടിലേക്ക് കാശ് അയച്ചു കൊടുക്കുന്ന ഒരാളല്ല, പക്ഷേ നാട്ടിലേക്ക് മാസം മാസം കാശ് അയച്ചു കൊടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ പോളണ്ടിലുണ്ട്. ഇപ്പം എൻ്റെ ആവശ്യം നാട്ടിൽ നിന്ന് കാശ് കിട്ടണമെന്നാണെങ്കിൽ എനിക്ക് ഇവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് നാട്ടിൽ അവർക്ക് ആർക്കാണോ കാശ് അയക്കേണ്ടത് അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 കൂട്ടർക്കും ലാഭമാണ്. അങ്ങനത്തെ ഒരു സ്കീമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് പേയ്മെൻറ്റ് പരിപാടികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്നെ വിശ്വാസമുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെനിക്ക് കാശിന് ആവശ്യം വരുമ്പോൾ എനിക്ക് തരും. എന്നിട്ട് അവർ നാട്ടിലേക്ക് അയക്കേണ്ട കാശ് എൻ്റെ അപ്പൻ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. ഇപ്പം എൻ്റെ ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ആയാലും ഞാൻ അങ്ങനെയാണ് ചെയ്യണേ. ഇപ്പം എന്നെ വിളിച്ചിട്ട് അങ്ങനെ ആരും കാശ് ചോദിക്കരുത്. ഞാൻ ചെയ്യണ മെത്തേഡ്സ് പറഞ്ഞതാണ്. ഇനീഷ്യലി ഞാൻ ചെയ്തിരുന്നത് ആദ്യം വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ബാങ്ക് വഴി ചെയ്തു. പക്ഷേ ബാങ്ക് വഴി ചെയ്യുമ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഒന്നാമത്തെ ഫോൾട്ട് എന്ന് പറയുന്നത് ഇതിങ്ങോട്ട് എത്താനുള്ള ടൈം. രണ്ടാമത്തേന്ന് പറയുന്നത് പിടുത്തം, വല്ലാത്ത ജാതി കമ്മീഷൻ പിടുത്തമാണ്. ഇപ്പം 85 റേറ്റ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ 85 റേറ്റ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാങ്കുകാർ ഇങ്ങോട്ട് അയച്ചിങ്ങോട്ട് എത്തുമ്പോൾ ഒരു 8 രൂപയും കൂടി അങ്ങോട്ട് കയറും. അത്രയും റേറ്റ് വ്യത്യാസം വരും. പിന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ 90% നമ്മൾ ഡോളർ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ യൂറോ അക്കൗണ്ടിലേക്ക് ആയിരിക്കും ഇടാൻ പോകുന്നത്. അത് പിന്നെയും കൺവേർട്ട് ചെയ്യുമ്പോൾ പിന്നെയും പിടുത്തത്തോട് പിടുത്തം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏറ്റവും നല്ല പരിപാടി ഇവിടെ നിന്ന് നാട്ടിലേക്ക് കാശ് അയച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കുക, അവർ വഴി ഒന്ന് ഒപ്പം പിടിച്ച് സാധനം സെറ്റ് ചെയ്യുക. അപ്പം അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണേ. കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവരെ വിശ്വാസം വേണം, അവർക്ക് നമ്മളെ വിശ്വാസം വേണം. വിശ്വാസത്തിൻ്റെ ബേസിസിൽ കാര്യം നടന്നോളും. അത്രയ്ക്കുള്ളൂ കാര്യം. ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇതിവിടെ ഭയങ്കര പഴക്കം കൂടിയ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുന്നത്തോ എല്ലാം ഇത് പൊളിയാറായപ്പോൾ ഞാൻ വിചാരിച്ചത് പൊളിച്ച് പുതിയ തുണിയൊന്ന്. പക്ഷെ ഇവരിത് ഫുൾ അടച്ച് പൂട്ടി ഇത് റിനോവേറ്റ് ചെയ്തെടുത്ത് ഇരുത്തിപ്പാണിത് ഫുൾ അതിൻ്റെ ശക്തിയൊക്കെ കൂട്ടിയിട്ട്. ഇത് പറയേണ്ട കാര്യമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതുള്ളൂ. ഇനി ഭാവിയിൽ അങ്ങനെ ഇത് പൊളിഞ്ഞ് വീണാലോ. ഇപ്പം ഞാൻ കാണിക്കാൻ പറ്റുന്നതുകൊണ്ട് കാണിക്കുന്നു എന്ന് മാത്രം. തിരിച്ചു പോട്ടെ. ക്ലാസ് പരിപാടികൾ കഴിഞ്ഞു. ഇന്ന് പറയാൻ വന്ന കാര്യം കഴിഞ്ഞു. നാട്ടിലേക്ക് കാശ് അയക്കുന്നവരാവട്ടെ, ഇവിടെ നാട്ടിൽ നിന്ന് കാശ് അയക്കുന്നവരാവട്ടെ, ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കാശ് അയക്കുന്നവരാവട്ടെ, ആദ്യം വരുമ്പോഴേ പ്രശ്നമുള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്തോളും. ടെൻഷൻ അടിക്കണ്ടേ. ഇനീഷ്യലി ഒരു ചെറിയ സ്ട്രെസ് ഉണ്ടാവും എന്ത് ചെയ്യണമെന്നുള്ളത്. എളുപ്പമാണ്. നിങ്ങൾ കൂടെ ഉള്ളവരോടൊക്കെ ചോദിക്കുക, അവരെന്നെ ഒരു സൊല്യൂഷൻ എന്തെങ്കിലും പറഞ്ഞു തരും. പക്ഷേ നിങ്ങൾ കാല് വാരിക്കൊണ്ടുള്ള ടീമാണെന്നും കൂടി നോക്കണേ. അങ്ങനത്തെ ഒരു സ്കീമും കൂടി ഉണ്ട്. അതായത് കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ അവരുടെ പൊടിയും കൂടില്ലാത്ത അവസ്ഥയാണ്, തീർന്നു. അപ്പോൾ അത്രയും വിശ്വാസമുള്ളിടത്ത് മാത്രം പോയി പരിപാടി നടത്താം. അതല്ലാത്ത പക്ഷം ചെയ്യാൻ നിൽക്കരുത്. പണി കിട്ടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പോട്ടെ. ഒഡ്രയിലേക്ക്, ഇത് ഒഡ്ര എങ്ങനെ വേണേലും പറയാം. എനിക്ക് കാരണം ട്രാമ പോകണം. ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ പറയാൻ നിന്നുകൊണ്ട് അങ്ങോട്ട് പോട്ടെ എന്ന് വെച്ചു. പിന്നെ പോട്ടെ. ഈ ലേക്ക് കുറേ സിറ്റിയിലേക്ക് ഇങ്ങനെ പടർന്ന് വന്നിലിച്ചിറക്കുന്ന ഒരു നീണ്ടു നൂർന്ന് നടക്കുന്ന ഒരു ലേക്കാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ ഈ വ്ളോഗിൽ പറയാൻ. ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തേക്കാം. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളുടെ തുടങ്ങാൻ പോവാം. അപ്പം ശരി, ബൈ ബൈ.